ചില പേരൻസ് അവരുടെ കുട്ടികളെ വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി ട്രീറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് ഒച്ചത്തിൽ വഴക്ക് പറയുക, അവരെ തല്ലുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇവരെ ഷെയിം ചെയ്ത് സംസാരിക്കുക. ഓ ഇത് ഇവനെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളൂല, ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നൊക്കെ പറയും. അവരുടെ ചെറിയ ചെറിയ കഴിവുകളെ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, മറ്റു കുട്ടികളുടെ കഴിവ് വെച്ചിട്ട് ഇവരെ കമ്പയർ ചെയ്ത് കാണിക്കും. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടു പഠിക്കുക എന്നൊക്കെ പറയും. ഇവരുടെ അച്ചീവ്മെൻറ്റ്സിനെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും. എന്തുകൊണ്ട് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റിയില്ല, ആ 2 മാർക്ക് എന്തിനാ കളഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ ഒരു പ്രായം വരെ ഫുള്ളി നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അവർ ഹെൽപ്ലെസ് ആണ്. അവർ ഫിസിക്കലി, ഇമോഷണലി, ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ ഒരു ടീനേജ് എത്തുമ്പോഴത്തേക്കും ഈ സിനാരിയോ ചെറുതായിട്ടൊന്ന് മാറും. ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി അവർ അപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും ഫിസിക്കലി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചില പാരൻസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ടീനേജ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ വല്ലാണ്ട് മാറിപ്പോയി, ഫുൾ ടൈം മുറി അടച്ചിരിക്കുന്നു, കൂടുതൽ സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോക്കാണ്, അച്ഛനും അമ്മയോടൊക്കെ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നു എന്നൊക്കെ. ശരിയാണ്, ടീനേജ് എത്തുമ്പോഴത്തേക്കും അവരുടെ ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അവർക്ക് കുറച്ച് പ്രൈവസി ആവശ്യമുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ അവർക്കൊരു അഡൽട്ടിൻ്റെ ഗൈഡൻസും ആവശ്യമുണ്ട്. അപ്പോൾ ഈ സമയത്ത് പേരൻസിന് ഒട്ടും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടകരമായ ഒരവസ്ഥയാണ്. പക്ഷെ അവർക്ക് വന്നേക്കുന്ന ഈ ചേഞ്ചസ് എല്ലാം അവരുടെ ഏജിൽ ബ്ലെയിം ചെയ്യുന്നത് തെറ്റാണ്. ഒന്ന് റീക്യാപ്പ് അടിച്ച് നോക്കുക. നിങ്ങൾ അവരെ എങ്ങനെയാണ് അവരുടെ ചൈൽഡ്ഹുഡിൽ ട്രീറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ ഇത്രയ്ക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോകാൻ കാരണം എന്നൊക്കെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരിൽ നിന്നാണ് ആദ്യം തിരുത്തി തുടങ്ങേണ്ടത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും.